വിസ്മയ മോഹൻലാലിനെതിരായ സൈബർ ആക്രമണത്തെ അപലപിച്ച് CPI. തങ്ങൾക്കിഷ്ടമില്ലാത്ത ആശയങ്ങളെ സംസ്കാരശൂന്യമായി കടന്നാക്രമിക്കുക എന്നത് സംഘപരിവാർ ശൈലിയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഹിറ്റ്ലറുടെയും ഗീബൽസിന്റെയും സ്കൂളിൽ നിന്നാണ് ഇവരിത് പഠിച്ചതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. BJPയുടെയും സംഘപരിവാറിന്റെയും സംസ്കാരം തങ്ങൾക്കിണങ്ങാത്ത നിരക്കാത്ത ആശയം ആര് പറഞ്ഞാലും ഏറ്റവും മ്ലേച്ഛമായ ഭാഷയിൽ സംസ്കാരശൂന്യമായി അവരെല്ലാം കിടന്നാക്രമിക്കലാണ് അവരുടെ തന്ത്രം. ഈ തന്ത്രം അവരെ പഠിപ്പിച്ചത് ഹിറ്റ്ലറാണ്, ഗീബൽസാണ്. ഹിറ്റ്ലറുടെയും ഗീബൽസിൻ്റെയും സ്കൂളിൽ നിന്ന് രാഷ്ട്രീയം പഠിച്ച BJP RSS പ്രവൃത്തികൾ വിസ്മയക്കെതിരായി അഴിച്ചുവിട്ട ഈ സൈബർ വേട്ടയിൽ ജനാധിപത്യബോധമുള്ള എല്ലാവർക്കുമുള്ള അമർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമുണ്ട്. ആ കുട്ടിയുടെ കൂടെ ഇടയേക്കാണ്. സംഘപരിവാറിന്റേത് കാപട്യത്തിന്റെ ദേശീയതയാണെന്ന് P. പ്രസാദ്. വിസ്മയ്ക്ക് പിന്തുണ നൽകിയില്ലെങ്കിൽ കശാപ്പ് ചെയ്യപ്പെടുന്നത് ജനാധിപത്യമാണെന്നും ഫാസിസം നമ്മുടെ വീടിനടുത്തേക്ക് എത്തിക്കഴിഞ്ഞുവെന്നും സൈബർ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് P. പ്രസാദ് പറഞ്ഞു. കേൾക്കാം. സ്ത്രീകളെ പൂജിക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് തന്നെ കൊച്ചു പെൺകുട്ടികളോട് മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് പ്രതികരണങ്ങൾ നടത്തുന്നത് ആ കുട്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് അതൊരു പ്രതികരണം നടത്തി എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ നാട്ടിലെ ഒരു കൊച്ചു പെൺകുട്ടിക്ക് അവരുടെ അഭിപ്രായം പറയാൻ പറ്റുന്നില്ല, ഒരു ചെറുപ്പക്കാരന് അഭിപ്രായം പറയാൻ പറ്റുന്നില്ല, നിങ്ങൾക്കാർക്കും പ്രതികരിക്കാനുള്ള അവകാശമില്ല എന്ന് പറയുന്നതാണ് ഫാസിസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ അടുത്തേക്ക് തന്നെ ഫാസിസം എത്തി എന്നുള്ളതാണ്. പുറം ഓടിക്കവർ പറയുന്ന ഹിന്ദുത്വവും ദേശീയതയുമെല്ലാം അങ്ങേയറ്റം കാപട്യമാണെന്നും എതിർ ശബ്ദങ്ങൾ ഉണ്ടാവാനേ പാടില്ല എന്നും അതൊരു ഫാസിസ്റ്റ് രീതിയിലാണ് നിൽക്കുന്നതെന്നുമാണ് പറയുന്നത്. തന്റെ അഭിപ്രായം അത് തുറന്നു പറയുന്നു. അതിന് പിന്തുണയും പിൻബലവും കൊടുക്കേണ്ടത് സമൂഹത്തിന് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ജനാധിപത്യമായിരിക്കും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാണ്ടായി പോകുന്നത്. ലേബി സജീന്ദ്രൻ ചേരുന്നു. ലേബി, രാജ്യത്ത് നടക്കുന്ന ഒരു വലിയ പ്രതിഷേധത്തിൽ അതിൽ ആക്രമിക്കപ്പെട്ട കുട്ടികളെ പിന്തുണച്ചുകൊണ്ട് 2 വരി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചതാണ് വിസ്മയ മോഹൻലാൽ. അതിനുശേഷം വലിയ ആക്രമണമാണ് കണ്ടത്. അതിൽ മുഖമില്ലാത്ത ആളുകൾ മാത്രമല്ല, മേജർ രവിയെ പോലുള്ള ആളുകൾക്കും അതിൽ അഭിപ്രായം പറയാനുണ്ടായിരുന്നു, വിമർശിക്കാനുണ്ടായിരുന്നു, തിരുത്തണമെന്ന് പറയാനുണ്ടായിരുന്നു, അങ്ങനെ എന്തെല്ലാം പറയാനുണ്ടായിരുന്നു അല്ലേ. ഇതിലിപ്പോൾ CPI സ്വീകരിക്കുന്ന ഒരു നിലപാട് വളരെ സ്വീകാര്യമാവുകയാണ് അല്ലേ. കാരണം വിസ്മയ മോഹൻലാലിനൊപ്പം അവർ ഉറച്ചു നിൽക്കുകയാണ്. ഈ രാജ്യത്ത് ചെറുപ്പക്കാർക്കെന്നല്ല, പ്രായവ്യത്യാസമില്ലാതെ തന്നെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടെന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് CPI. പല നേതാക്കളും പ്രതികരിക്കുന്നു അല്ലേ. തീർച്ചയായും റോഷ്നി, അനുകൂലമായ പ്രതികരണമാണ് ഇന്ന് പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി വിസ്മയ മോഹൻലാലിനെതിരെ അതിരറ്റ അളവറ്റ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് പല കോണുകളിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഇപ്പോൾ ഇതിന് പ്രക്ഷോഭത്തിന് പിന്തുണ അർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ വിസ്മയ്ക്ക് എതിരെ സൈബർ ആക്രമണം നടത്തിയതിന് പിന്നാലെ മോഹൻലാലിനെതിരെയും വലിയ രീതിയിൽ തന്നെ സൈബർ ആക്രമണം നടത്തി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ CPI ഉറച്ച പിന്തുണ നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും അത് വളരെ പ്രോത്സാഹനീയമായ രീതിയിൽ തന്നെയാണ്. കാരണം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമും ഒപ്പം തന്നെ മുൻ മന്ത്രി P. പ്രസാദും എല്ലാം പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം ഇന്നലെ മേജർ രവി പോലും വിസ്മയയുടെ രാഷ്ട്രീയ ബോധ്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പോലുമാണ് രംഗത്ത് വന്നത്. വിസ്മയ രാഷ്ട്രീയ ബോധ്യമില്ലാതെ പറഞ്ഞൊരു കാര്യമാണ്, കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ പെട്ടെന്ന് ഒരു ഇമോഷണൽ വൈബ്രൻസിൽ പറഞ്ഞു എന്നുള്ള പ്രതികരണമാണ് ഇന്നലെ മേജർ രവി നടത്തിയത്. ഇതുപോലെ പല റോഷൻ സൂചിപ്പിച്ചതുപോലെ മുഖമില്ലാത്ത കോണുകളിൽ നിന്നും, മുഖമില്ലാത്ത ഹാൻഡിലുകളിൽ നിന്നും മാത്രമല്ല, കൃത്യമായി രാഷ്ട്രീയ ബോധ്യത്തോടു കൂടിയുള്ള സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള വളഞ്ഞിട്ടുള്ള ആക്രമണം വിസ്മയയ്ക്ക് നേരെ 2 ദിവസമായി തുടരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് CPI ഉറച്ച പിന്തുണ നൽകിക്കൊണ്ട് എത്തിയിരിക്കുന്നത്. CPI മാത്രമല്ല, താരങ്ങളുടെ ഭാഗത്തു നിന്നും, സാംസ്കാരിക പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുമൊക്കെ അതിനുശേഷം വിസ്മയയ്ക്ക് അനുകൂലമായ ഒരു നിലപാട് പിന്നീട് സ്വീകരിച്ചു വരുന്നതും കാണുന്നുണ്ട്. റോഷ്നി, ശരി. ലേബി സജീന്ദ്രനാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.